നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. എന്തിനാണ് ഇങ്ങനെയൊരു എയർലൈൻസ് എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനെ പറ്റി ഇപ്പോൾ പ്രവാസികൾ ചോദിക്കുന്നത്. യാത്രക്കാരെ അത്രയധികം ബുദ്ധിമുട്ടിലാക്കുകയെന്ന കമ്പനിയുടെ നടപടികളാണ് ഇത്തരമൊരു ചോദ്യത്തിന് പിന്നിൽ. സാങ്കേതിക തകരാർ മൂലം പറന്നുയർന്ന വിമാനങ്ങൾ തിരിച്ചിറക്കേണ്ടി വരുന്നതും അടുത്തിടെ പതിവ് സംഭവമാവുകയാണ്. ഒന്നല്ല രണ്ടല്ല, ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാവുകയാണ്. ടിക്കറ്റ് എടുത്ത് യാത്രയ്ക്കായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാസികളെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന തീരുമാനമാണ് വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്നുവേണ്ട പരാതികളുടെ വൻ പ്രളയമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിനെതിരെ ഇപ്പോൾ ഉയരുന്നത്. വീണ്ടും ഇത്തരം സംഭവങ്ങൾ തന്നെയാണ് തുടരുന്നത്. പ്രവാസികളെ വീണ്ടും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയാണ് പ്രവാസികൾക്ക് തിരിച്ചടിയായത്. യാത്രയ്ക്കായി എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി നാട്ടിലെത്താനിരുന്ന പ്രവാസികളെയാണ് അധികൃതർ നിരാശരാക്കിയത്. വെള്ളി തിങ്കൾ ദിവസങ്ങളിലെ ഷെഡ്യൂളുകളാണ് പൂർണ്ണമായും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഫെബ്രുവരി 10 കണ്ണൂരിൽ നിന്ന് കുവൈത്തിലേക്കും കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്കുമുള്ള വിമാനവും ഫെബ്രുവരി 13 കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കും തിരിച്ച് കുവൈത്തിൽ നിന്ന് കോഴിക്കോട്ടേക്കുമുള്ള ഷെഡ്യൂളുകളാണ് റദ്ദാക്കിയത്. രണ്ടിടങ്ങളിലേക്കുമായി 4 ഷെഡ്യൂളുകൾ റദ്ദാക്കിയതോടെ ഈ ദിവസങ്ങളിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നവർ പ്രയാസത്തിലായിരിക്കുകയാണ്. അതേസമയം ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് മറ്റൊരു ദിവസത്തേക്ക് സൗജന്യമായി ടിക്കറ്റ് മാറ്റാമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. യാത്ര റദ്ദാക്കി മറ്റ് വിമാനങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ടിക്കറ്റ് നിരക്ക് തിരികെ നൽകുമെന്നും അറിയിച്ചു. വിമാനം റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് കുവൈത്തിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ 2 വിമാന സർവീസുകൾ ഉണ്ടായിരുന്നത് ഒന്നാക്കി കുറച്ചത്. ഇതാദ്യമായല്ല എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപേ സർവീസുകൾ റദ്ദ് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം കുവൈത്തിൽ നിന്ന് രാവിലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയ വാർത്തയും പുറത്തു വന്നിരുന്നു. രാവിലെ 8 പുറപ്പെടുന്ന വിമാനമാണ് റദ്ദാക്കിയത്. ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് ക്യാൻസൽ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത വിമാനത്തിന് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയതായും എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. അതുപോലെ കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാക്കി അധികൃതർ വെട്ടിച്ചുരുക്കിയിരുന്നു. ഞായർ ചൊവ്വ ദിവസങ്ങളിലായി 2 സർവീസുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് ഇപ്പോൾ ഒരു ദിവസം മാത്രമാക്കിയാണ് ചുരുക്കിയത്. അതോടൊപ്പം തന്നെ തിരക്കുള്ള കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ ഇപ്പോൾ 5 ഷെഡ്യൂളുകളാണ് ഉള്ളത്. അത് നിലവിൽ തുടരും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.